അവൻ എവിടെ എത്തി? എല്ലാം തയ്യാറല്ലേ? അവൻ നമ്മുടെ അതിർത്തിയിൽ തമ്പടിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ നേരിടാൻ തയ്യാറാണ് പ്രഭോ. എങ്ങനെ? പുൽമേടുകളിൽ വിഷം തളിച്ചു കഴിഞ്ഞു. വഴിയിൽ മാരകമായ കെണിയൊരുക്കിയിട്ടുണ്ട്. വിഷകന്യകമാരും തയ്യാറാണ്. വിശ്വസിച്ചോളൂ, ഇത് അവന്റെ അവസാനമാണ്. ഉദയനൻ ഈ രാത്രി താണ്ടില്ല. കാശിരാജ്യം എന്നും ഞങ്ങളുടെ ഈ ബ്രഹ്മദത്തൻ തന്നെ ഭരിക്കും. ഉദയനന്റെ 2 ഭാര്യമാരും നാളെ അങ്ങേക്ക് സ്വന്തം. വത്സരാജാവായ ഉദയനൻ ദിഗ്വിജയത്തിനായി തയ്യാറെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ സദസ്സിൽ ബുദ്ധിമാനായ മന്ത്രി യൗഗന്ധരായണൻ ഉൾപ്പെടെ നിരവധി പ്രമുഖരുണ്ട്. അതോടൊപ്പം കാലാന്തരങ്ങൾ കടന്ന് ഭൂതകാലത്തിലെത്തിയ വിക്രമാദിത്യനും അദ്ദേഹത്തിന്റെ സുഹൃത്ത് ജയദേവനുമുണ്ട്. ഏറെക്കാലം മുന്നേ മൺമറഞ്ഞുപോയ ഉദയനൻ എന്ന രാജാവിൻ്റെയും മകനായ നരവാഹനദത്തൻ എന്ന വിദ്യാധര രാജകുമാരൻ്റെയും കഥ കണ്ടെത്തി ലോകത്തിന് തിരികെ കൊടുക്കുക എന്നതാണ് വിക്രമാദിത്യന്റെ കർമ്മം. സാധാരണക്കാരാൽ ഒരിക്കലും സാധ്യമല്ലാത്ത അതിസാഹസികമായ കാര്യമാണ് വിക്രമാദിത്യ മഹാരാജാവ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പുസ്തകത്തിൽ എന്നതുപോലെ വത്സരാജ്യത്തെ ഓരോ സംഭവങ്ങളും വിക്രമാദിത്യന്റെ മനസ്സിൽ പതിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ തപസ്സിലൂടെ വത്സരാജാവ് തൻ്റെ പൂർവികരായ പാണ്ഡവർക്കുണ്ടായിരുന്നതിന് തുല്യമായ ശക്തി കൈവരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിമാർ പതിവ്രതാ രത്നങ്ങളെന്ന ഖ്യാതിയും നേടി. ആ സമയം യൗഗന്ധരായണൻ രാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: മഹാരാജാവേ, സൽഗുണങ്ങളാൽ നേടിയ അനുഗ്രഹങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. നിങ്ങളുടെ പൂർവികർ സമ്പാദിച്ചതും പിന്നീട് നഷ്ടപ്പെട്ടതുമായ മണ്ണിൽ ദീർഘകാലം കുഴിച്ചു മൂടപ്പെട്ട നിധി നിങ്ങൾക്ക് തിരികെ ലഭിച്ചത് അതുകൊണ്ടാണ്. ഈ കാര്യവുമായി ബന്ധപ്പെട്ട ഒരു കഥ ഞാൻ പറയാം, അങ്ങ് കേൾക്കുക. പണ്ട് പാടലീപുത്രത്തിൽ ധനികനായ ഒരു വ്യാപാരിയുടെ മകനുണ്ടായിരുന്നു. അവൻ്റെ പേര് ദേവദാസൻ എന്നായിരുന്നു. പ്രൗഢവർദ്ധനത്തിൽ നിന്നുള്ള മറ്റൊരു വലിയ വ്യാപാരിയുടെ മകളെ അവൻ വിവാഹം കഴിച്ചു. പിതാവിൻ്റെ മരണശേഷം ദുശീലങ്ങൾക്ക് അടിമയായ ദേവദാസൻ ചൂതാട്ടത്തിൽ തൻ്റെ സമ്പത്തെല്ലാം നശിപ്പിച്ചു. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അനുഭവിച്ചിരുന്ന തൻ്റെ മകളെ അവളുടെ പിതാവ് വന്ന് പ്രൗഢവർദ്ധനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ക്രമേണ ദുരിതങ്ങൾ അലട്ടാൻ തുടങ്ങിയപ്പോൾ ദേവദാസന് തൻ്റെ തെറ്റുകൾ മനസ്സിലായി. ചൂതുകളി ഉപേക്ഷിച്ച് നഷ്ടമായതെല്ലാം തിരിച്ചെടുക്കാൻ അവൻ തീരുമാനിച്ചു. പക്ഷേ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത വിധം അവൻ ദരിദ്രനായി മാറിയിരുന്നു. അതിനകം തൻ്റെ കച്ചവടം വീണ്ടും തുടങ്ങാൻ ആവശ്യമായ മൂലധനം കടമായി ചോദിക്കാൻ ദേവദാസൻ അമ്മായി അച്ഛനെ ഒന്ന് കാണാനായി തീരുമാനിച്ചു. അവൻ പ്രൗഢവർദ്ധനത്തിലേക്ക് തിരിച്ചു. വൈകുന്നേരത്തോടെ അവിടെ എത്തി. പൊടിയണിഞ്ഞ് ജീർണിച്ച തൻ്റെ വസ്ത്രങ്ങൾ കണ്ട് അവനൊന്ന് ചിന്തിച്ചു: ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ എൻ്റെ അമ്മായിച്ചൻ്റെ വീട്ടിൽ കടന്നു കയറും? അഭിമാനിയായ ഒരുവന് ബന്ധുക്കളുടെ മുന്നിൽ ദാരിദ്ര്യം കാണിച്ച് നാണം കിടുന്നതിലും ഭേദം മരണമാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അവൻ വീട്ടിലേക്ക് പോകാതെ കമ്പോളത്തിൽ ഒരു കടയുടെ വരാന്തയിൽ കിടന്നു. രാത്രി ഏറെ വൈകിയപ്പോഴാണ് ഒരു യുവ വ്യാപാരി ആ കടയുടെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറുന്നത് അവൻ കണ്ടത്. അല്പസമയത്തിന് ശേഷം ഒരു സ്ത്രീ ശബ്ദമുണ്ടാക്കാതെ അവിടെ എത്തി. അവളും വേഗത്തിൽ അകത്തേക്ക് കയറുന്നത് അവൻ കണ്ടു. വെളിച്ചമുള്ള ആ കടയുടെ ഉള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ സ്ത്രീ സ്വന്തം ഭാര്യയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. മറ്റൊരു പുരുഷന്റെ അടുത്തേക്ക് പോയി വാതിലടയ്ക്കുന്ന ഭാര്യയെ കണ്ട് ഹൃദയം തകർന്ന ദേവദാസൻ ഇങ്ങനെ ചിന്തിച്ചു: സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട ഒരുവന് സ്വന്തം ശരീരം പോലും അന്യമാകുമ്പോൾ ഒരു സ്ത്രീയുടെ സ്നേഹം എങ്ങനെ നിലനിർത്താൻ പറ്റും? പുറത്തുനിന്ന് അവൻ തൻ്റെ ഭാര്യ അവളുടെ കാമുകനുമായി രഹസ്യമായി സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു. അവൻ വാതിലിൽ ചെവി ചേർത്തു. ആ ദുഷ്ടയായ സ്ത്രീ തൻ്റെ കാമുകനായ വ്യാപാരിയോട് പറയുകയായിരുന്നു: കേൾക്കൂ, എനിക്ക് നിങ്ങളോട് വല്ലാത്ത ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനൊരു രഹസ്യം പറയാം. എൻ്റെ ഭർത്താവിന് പണ്ട് വീരവർമ്മൻ എന്ന പേരുള്ള ഒരു മുതുമുത്തശ്ശൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് 4 മൂലകളിലായി 4 കുടം സ്വർണം അദ്ദേഹം രഹസ്യമായി കുഴിച്ചിട്ടിട്ടുണ്ട്. അദ്ദേഹം ഇത് തൻ്റെ ഭാര്യമാരിൽ ഒരാളോട് പറഞ്ഞിരുന്നു. അവർ മരിക്കുന്നതിന് മുൻപ് തൻ്റെ മരുമകളോടും അവർ എൻ്റെ അമ്മായിമ്മയോടും അമ്മായിമ്മ എന്നോടും ഇത് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ തലമുറകളായി അമ്മായിമ്മമാരിലൂടെ കൈമാറി വന്ന ഒരു രഹസ്യമാണിത്. എന്നാൽ എൻ്റെ ഭർത്താവ് ദരിദ്രനാണെങ്കിലും ഞാനിത് അവനോട് പറഞ്ഞിട്ടില്ല. കാരണം ചൂതാട്ടക്കാരനായ അവനെ എനിക്ക് വെറുപ്പാണ്. നിങ്ങളെയാണ് എനിക്കിഷ്ടം. അതിനാൽ നിങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ നാട്ടിൽ പോയി ആ വീട് പണം കൊടുത്ത് വാങ്ങുക. എന്നിട്ട് ആ സ്വർണം കിട്ടിയ ശേഷം ഇവിടെ വന്ന് എന്നോടൊപ്പം സന്തോഷമായി ജീവിക്കുക. ഈ സംസാരം കേട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു നിധി കിട്ടിയല്ലോ എന്നോർത്ത് കാമുകനായ ആ വ്യാപാരിക്ക് അതിയായ സന്തോഷമായി. ദുഷ്ടയായ ഭാര്യയുടെ വാക്കുകൾ കേട്ട് പുറത്തുനിന്ന ദേവദാസന്റെ മനസ്സിൽ ആ സമ്പത്ത് എങ്ങനെയെങ്കിലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന ചിന്ത ജനിച്ചു. അവൻ വേഗം പാടലീപുത്രത്തിലേക്ക് മടങ്ങി തൻ്റെ വീട്ടിലെത്തി അവൻ ആ നിധി സ്വന്തമാക്കുകയും ചെയ്തു.
കുറച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യയുടെ കാമുകനായ ആ വ്യാപാരി കച്ചവടത്തിനെന്ന വ്യാജേന നിധി സ്വന്തമാക്കാൻ അവിടെ എത്തി. അവൻ വലിയൊരു തുക കൊടുത്ത് ദേവദാസനിൽ നിന്ന് ആ വീട് വാങ്ങി. നിധി നേരത്തെ എടുത്തു കഴിഞ്ഞ ദേവദാസൻ സന്തോഷത്തോടെ തൻ്റെ പഴയ വീട് അയാൾക്ക് സമ്മാനിച്ചു. അതിനുശേഷം അവൻ പുതിയൊരു വീട് വെച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ നിധി ലഭിക്കാത്തതിനെ തുടർന്ന് ആ കാമുകൻ ദേവദാസൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഈ വീട് വളരെ പഴയതാണ്, എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല. അതിനാൽ നിങ്ങളെൻ്റെ പണം തിരികെ തരിക. ഈ വീട് നിങ്ങളെടുത്തോളൂ. ഇത് ദേവദാസൻ വിസമ്മതിച്ചു. അവർ തമ്മിൽ വലിയ തർക്കമാവുകയും ഇരുവരും രാജാവിൻ്റെ മുന്നിലെത്തുകയും ചെയ്തു. അതോടെ ദേവദാസൻ സത്യം മുഴുവൻ രാജാവിനോട് വെളിപ്പെടുത്തി. ദേവദാസന്റെ ഭാര്യയെ വിളിച്ചു കൊണ്ടുവരാൻ രാജാവ് കൽപ്പിച്ചു. രാജഭടന്മാർ അപ്രകാരം ചെയ്തു. രാജാവിൻ്റെ മുന്നിലെത്തിയ ദേവദാസന്റെ ഭാര്യയ്ക്ക് സത്യം വെളിപ്പെടുത്തേണ്ടി വന്നു. സത്യം പുറത്തു വന്നതോടെ കാമുകനായ വ്യാപാരിക്ക് പിന്നീടൊന്നും പറയാൻ കഴിയാതെയായി. രാജാവ് അവനും ദേവദാസന്റെ ഭാര്യയ്ക്കും അർഹമായ ശിക്ഷ കൊടുത്തു. ദേവദാസൻ ദുഷ്ടയായ ആ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുവളെ വിവാഹം കഴിച്ച് തനിക്ക് ലഭിച്ച നിധിയുമായി സ്വന്തം നാട്ടിൽ സന്തോഷത്തോടെ ജീവിച്ചു. കഥ അവസാനിപ്പിച്ച് യൗഗന്ധരായണൻ പറഞ്ഞു, രാജാവേ, ഇതുപോലെ ധാർമ്മികമായ വഴിയിലൂടെ നേടുന്ന സമ്പത്ത് ഒരുവൻ്റെ പിൻതലമുറകളിലേക്കും നിലനിൽക്കും. എന്നാൽ അല്ലാത്തവ മഴ പെയ്യുമ്പോൾ മഞ്ഞുരുകുന്നത് പോലെ എളുപ്പത്തിൽ ഇല്ലാതാവും. അതിനാൽ ന്യായമായ വഴിയിലൂടെ സമ്പത്ത് നേടാൻ മനുഷ്യൻ ശ്രമിക്കണം, വിശേഷിച്ചും ഒരു രാജാവ്. കാരണം സാമ്രാജ്യമെന്ന വൃക്ഷത്തിൻ്റെ വേര് തന്നെ സമ്പത്താണ്. അതിനാൽ താങ്കൾക്ക് വിജയം ലഭിക്കാൻ താങ്കളുടെ മന്ത്രിമാരെ യഥാവധി ബഹുമാനിക്കുക. തുടർന്ന് സുഹൃതങ്ങൾക്കൊപ്പം ഐശ്വര്യവും നേടാൻ ദിക്കുകൾ കീഴടക്കാൻ പുറപ്പെടുക. ശക്തരായ 2 രാജാക്കന്മാരുടെ മരുമകനായതുകൊണ്ട് വളരെ ചുരുക്കം രാജാക്കന്മാർ മാത്രമേ താങ്കളെ എതിർക്കുകയുള്ളൂ. മിക്കവരും താങ്കളോടൊപ്പം ചേരും. എന്നിരുന്നാലും ബ്രഹ്മദത്തൻ എന്നു പേരുള്ള ഈ കാശി രാജാവ് എപ്പോഴും താങ്കളുടെ ശത്രുവാണ്. അതിനാൽ ആദ്യം അവനെ കീഴടക്കുക. അവനെ തോൽപ്പിച്ച ശേഷം കിഴക്കും ക്രമേണ എല്ലാ ദിക്കുകളും കീഴടക്കി താമര പോലെ വെണ്മയാർന്ന പാണ്ഡുവംശത്തിൻ്റെ പ്രശസ്തി വാനോളം ഉയർത്തുക. മന്ത്രിയുടെ ഈ വാക്കുകൾ കേട്ട് വത്സരാജാവ് ദിഗ്വിജയത്തിനായി സമ്മതം മൂളുകയും പടയൊരുക്കങ്ങൾ നടത്താൻ പ്രജകളോട് കൽപ്പിക്കുകയും ചെയ്തു. തൻ്റെ നയതന്ത്രജ്ഞത തെളിയിച്ചുകൊണ്ട് വിദേഹരാജ്യത്തിൻ്റെ ഭരണ ചുമതല അദ്ദേഹം തൻ്റെ ഭാര്യാ സഹോദരനായ ഗോപാലകന് പ്രതിഫലമായി നൽകി. പത്മാവതിയുടെ സഹോദരനായ സിംഹവർമ്മന് അദ്ദേഹം ചേതി രാജ്യം നൽകി ആദരിച്ചു. മഴക്കാലത്ത് മേഘങ്ങൾ ആകാശത്തെ നിറയ്ക്കുന്നത് പോലെ തൻ്റെ സൈന്യങ്ങളെ കൊണ്ട് ദിക്കുകൾ നിറയ്ക്കുന്ന ഭില്ലന്മാരുടെ രാജാവായ പുളിന്തകനെയും അദ്ദേഹം വിളിച്ചു വരുത്തി. മഹാരാജാവിൻ്റെ സൈന്യങ്ങൾ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ ശത്രുക്കളുടെ ഹൃദയത്തിൽ വല്ലാത്തൊരു ഭയം ഉടലെടുത്തു. യൗഗന്ധരായണൻ ബ്രഹ്മദത്ത രാജാവിൻ്റെ നീക്കങ്ങൾ അറിയാൻ ആദ്യം ചാരന്മാരെ കാശിയിലേക്ക് അയച്ചു. പിന്നീട് ഒരു നല്ല ദിനത്തിൽ വത്സരാജാവ് ആദ്യം കിഴക്ക് ബ്രഹ്മദത്തിന് നേരെ പടനയിച്ചു. നദികളിലെ ജലനിരപ്പ് കുറച്ച് എളുപ്പമുള്ള വഴി കാണിച്ച് ശരത്കാലം അദ്ദേഹത്തിൻ്റെ പടയോട്ടത്തിന് അനുകൂലമായി നിന്നു. തൻ്റെ സൈന്യത്തിൻ്റെ ഗർജനങ്ങൾ കൊണ്ട് അദ്ദേഹം ഭൂമി മുഴുവൻ നിറച്ചു. ആ സൈന്യത്തിൻ്റെ ഇരമ്പൽ കേട്ട് ദിക്കുകൾ പരസ്പരം തങ്ങളുടെ ഭയം പങ്കുവയ്ക്കുന്നത് പോലെ തോന്നി. കാറ്റിൽ പാറുന്ന അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ കൊടികൾ ശത്രുക്കളോട് കീഴടങ്ങുക അല്ലെങ്കിൽ ഓടിയൊളിക്കുക എന്ന് പറയുന്നത് പോലെ തോന്നി. വിടർന്ന് വെളുത്ത താമരകൾ നിറഞ്ഞ പ്രദേശങ്ങൾ കണ്ടുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നീങ്ങി. ഇതിനിടയിൽ യൗഗന്ധരായണൻ അയച്ച ചാരന്മാർ ശിവഭക്തരായ കാപാലികരുടെ വേഷത്തിൽ കാശി നഗരത്തിലെത്തി. ജാലവിദ്യ അറിയാമായിരുന്ന അവരിൽ ഒരാൾ ഗുരുവായി വേഷമിട്ടു. മറ്റുള്ളവർ ശിഷ്യന്മാരും. ഭാവി അറിയാൻ വരുന്നവരോട് ആ കപടഗുരു പ്രവചിക്കുന്ന കാര്യങ്ങൾ അയാളുടെ ശിഷ്യന്മാർ രഹസ്യമായി നടപ്പിലാക്കി. അങ്ങനെ അയാൾ പ്രശസ്തനായി. ഈ കപടവിദ്യയിലൂടെ രാജാവിൻ്റെ പ്രിയപ്പെട്ടവനായ ഒരു രജപുത്ര കൊട്ടാരവാസിയുടെ മനസ്സ് അയാൾ പൂർണ്ണമായും കീഴടക്കി. വത്സരാജാവുമായുള്ള യുദ്ധം തുടങ്ങിയപ്പോൾ ബ്രഹ്മദത്ത രാജാവ് ഈ രജപുത്രൻ വഴി അയാളോട് ഉപദേശങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ അയാൾ ഭരണ രഹസ്യങ്ങൾ മനസ്സിലാക്കി. തുടർന്ന് ബ്രഹ്മദത്തൻ്റെ മന്ത്രിയായ യോഗകരണ്ടകൻ വത്സരാജാവിൻ്റെ യാത്രാ വഴിയിൽ കെണികൾ ഒരുക്കി. വഴിയരികിലെ മരങ്ങളിലും പൂച്ചെടികളിലും വെള്ളത്തിലും പുല്ലിലും അവൻ വിഷം കലർത്തി. നർത്തകിമാരുടെ വേഷത്തിൽ വിഷകന്യകമാരെയും രാത്രിയിൽ ആക്രമിക്കുന്ന കൊലയാളികളെയും അവർ ശത്രുപാളയത്തിലേക്ക് അയച്ചു. എന്നാൽ പ്രവാചകന്റെ വേഷത്തിലായിരുന്ന ആ ചാരൻ ഇതെല്ലാം കണ്ടുപിടിക്കുകയും തൻ്റെ കൂട്ടുകാർ വഴി യൗഗന്ധരായണനെ വേഗത്തിൽ വിവരമറിയിക്കുകയും ചെയ്തു. ഇതറിഞ്ഞ യൗഗന്ധരായണൻ വിഷം കലർന്ന പുല്ലും വെള്ളവുമെല്ലാം മറുമരുന്നുപയോഗിച്ച് ശുദ്ധീകരിക്കുകയും അപരിചിതരായ സ്ത്രീകളെ കൂടാരത്തിൽ പ്രവേശിക്കുന്നത് വിലക്കുകയും ചെയ്തു. രുമണ്വാന്റെ സഹായത്തോടെ അദ്ദേഹം ആ കൊലയാളികളെ പിടിച്ച് വധിച്ചു. തൻ്റെ തന്ത്രങ്ങളെല്ലാം പരാജയപ്പെട്ടതറിഞ്ഞ ബ്രഹ്മദത്തൻ ഭൂമി മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വത്സരാജാവിനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി. മന്ത്രിമാരുമായി കൂടിയാലോചിച്ച് ഒരു ദൂതനെ അയച്ച ശേഷം കീഴടങ്ങലിൻ്റെ സൂചനയായി കൈകൂപ്പി അദ്ദേഹം നേരിട്ട് വത്സരാജാവിൻ്റെ അടുത്തെത്തി. കാശിരാജാവ് സമ്മാനങ്ങളുമായി വന്നപ്പോൾ വത്സരാജാവ് അദ്ദേഹത്തെ ആദരവോടെയും സ്നേഹത്തോടെയും സ്വീകരിച്ചു.
അവനെ കീഴടക്കിയ ശേഷം ആ മഹാരാജാവ് കിഴക്കൻ പ്രദേശങ്ങൾ ശാന്തമാക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങി. ഗംഗാനദിയെ കീഴടക്കിയ ഭയത്താൽ വിറയ്ക്കുന്ന കിഴക്കൻ സമുദ്രം വരെ അദ്ദേഹം എത്തി. അവിടെ തീരത്ത് അദ്ദേഹം ഒരു വിജയസ്തംഭം നാട്ടി. തുടർന്ന് കലിംഗ നിവാസികൾ കീഴടങ്ങി. അവർ കപ്പം നൽകി അദ്ദേഹത്തിന് വഴികാട്ടികളായി. അങ്ങനെ പ്രശസ്തനായ രാജാവിൻ്റെ കീർത്തി മഹേന്ദ്രഗിരിയുടെ മുകളോളം ഉയർന്നു. വിന്ധ്യപർവ്വതത്തിൻ്റെ കൊടുമുടികൾ പോലെയുള്ള തൻ്റെ ആനകളെ കൊണ്ട് ഒരു കൂട്ടം രാജാക്കന്മാരെ കീഴടക്കിയ ശേഷം അദ്ദേഹം തെക്ക് ദിക്കിലേക്ക് പോയി. കാവേരി നദി കടന്ന് ചോളവംശത്തിൻ്റെ പ്രതാപത്തെ അദ്ദേഹം മറികടന്നു. മുരളന്മാരെ അദ്ദേഹം പൂർണ്ണമായും അടിച്ചമർത്തി. ഗോദാവരിയും രേവാനദിയും കടന്ന് പാടലീപുത്രത്തിലെത്തിയ അദ്ദേഹത്തെ ചണ്ഡമഹാസേന മഹാരാജാവ് മുന്നിൽ നിന്ന് സ്വീകരിച്ചു. അമ്മായിയച്ഛൻ്റെ വലിയ സ്വീകരണം ഏറ്റുവാങ്ങി വളരെ സന്തോഷത്തോടെ അദ്ദേഹം അല്പനാൾ അവിടെ കഴിഞ്ഞു. വാസവദത്ത തൻ്റെ കുട്ടിക്കാലമോർത്ത് സന്തോഷത്തിലും ഒരല്പം വിഷമത്തോടെ അവിടെ തൻ്റെ മാതാപിതാക്കളുടെ കൂടെ തന്നെ നിന്നു. പത്മാവതിയെ കണ്ടപ്പോൾ ചണ്ഡമഹാസേന മഹാരാജാവിന് സ്വന്തം മകളെ വീണ്ടും കണ്ടതുപോലെയുള്ള സന്തോഷമുണ്ടായി. കുറച്ച് ദിവസത്തെ വിശ്രമത്തിന് ശേഷം ചണ്ഡമഹാസേനന്റെ സൈന്യത്തെ ഒപ്പം കൂട്ടി വത്സരാജാവ് പടിഞ്ഞാറൻ ദിക്കിലേക്ക് തിരിച്ചു. കുബേരന്റെ സാന്നിധ്യമുള്ള അളകാപുരിയിലേക്ക് പോയ അദ്ദേഹം സിന്ധ് രാജാവിനെ കീഴടക്കി. രാമൻ രാക്ഷസന്മാരെ നശിപ്പിച്ചതുപോലെ അദ്ദേഹം തന്റെ കുതിരപ്പടയെ കൊണ്ട് മ്ലേച്ഛന്മാരെ നശിപ്പിച്ചു. തുരുഷ്കരുടെ കുതിരപ്പട അദ്ദേഹത്തിന്റെ ആനപ്പടയുടെ മേൽ തട്ടിത്തകർന്നു. വിഷ്ണു രാഹുവിന്റെ തല വെട്ടിമാറ്റിയതുപോലെ അദ്ദേഹം പാരസീകരുടെ ദുഷ്ടനായ രാജാവിന്റെ തല വെട്ടിമാറ്റി. ഹൂണന്മാരെ പരാജയപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ പ്രശസ്തി 4 ദിക്കുകളിലും മുഴങ്ങി. കാമരൂപ രാജാവ് അദ്ദേഹത്തിന്റെ മുന്നിൽ തലകുനിച്ച് കീഴടങ്ങി. അങ്ങനെ ഭൂമി മുഴുവൻ കീഴടക്കിയ ശേഷം വത്സരാജാവ് തന്റെ അനുയായികളോടൊപ്പം പത്മാവതിയുടെ പിതാവായ മഗധ രാജാവിന്റെ നഗരത്തിലെത്തി. രാജാവ് രാജ്ഞിമാരോടൊപ്പം എത്തിയ അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വീകരിച്ചു. മുൻപ് തിരിച്ചറിയാതെ രാജകുമാരിയോടൊപ്പം കഴിഞ്ഞിരുന്ന വാസവദത്തയെ ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം അവൾക്ക് അർഹിക്കുന്ന ബഹുമാനം നൽകി. തുടർന്ന് മഗധരാജാവിനാൽ ആദരിക്കപ്പെട്ട് സ്നേഹത്തോടെ പിന്തുടർന്ന ജനങ്ങളുടെ മനസ്സുകളോടൊപ്പം ആ വിജയിയായ വത്സരാജാവ് ലാവണകത്തിലേക്ക് മടങ്ങി. അവിടെ വെച്ച് രാജാവ് തന്റെ സൈന്യത്തിന് വിശ്രമം നൽകാൻ തീരുമാനിച്ചു. അദ്ദേഹം യൗഗന്ധരായണനോട് രഹസ്യമായി പറഞ്ഞു, നിങ്ങളുടെ ബുദ്ധിവൈഭവം കൊണ്ട് ഞാൻ ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരെയും കീഴടക്കി. നയതന്ത്രങ്ങളിലൂടെ കുറെ പേരെ ഒപ്പം നിർത്തിയിട്ടുണ്ട്. അവരൊന്നും എനിക്കെതിരെ ഗൂഢാലോചന നടത്തില്ല. പക്ഷേ ഈ കാശി രാജാവായ ബ്രഹ്മദത്തനെ അത്ര വിശ്വസിക്കാൻ പറ്റില്ല. അവൻ മോശം സ്വഭാവമുള്ളവനാണ്. അവൻ മാത്രമേ എനിക്കെതിരെ തിരിയുകയുള്ളൂ. നിങ്ങൾക്കെന്ത് തോന്നുന്നു യൗഗന്ധരായണ? ഈ ദുഷ്ടബുദ്ധികളിൽ വിശ്വാസമർപ്പിക്കാൻ പറ്റുമോ? രാജാവ് ഇങ്ങനെ പറയുന്നത് കേട്ട് യൗഗന്ധരായണൻ മറുപടി നൽകി, പേടിക്കേണ്ട മഹാരാജാവേ, ബ്രഹ്മദത്തൻ ഇനി താങ്കൾക്കെതിരെ ഗൂഢാലോചന നടത്തില്ല. കാരണം അവൻ പരാജയപ്പെട്ട് കീഴടങ്ങിയപ്പോൾ താങ്കൾ അവനോട് ചെയ്തത് വലിയൊരു പരിഗണനയാണ്. അത്രയും മോശമായ അവസ്ഥയിലും തന്നോട് നന്നായി പെരുമാറുന്ന ഒരാളെ ഏത് വിവേകിയാണ് ഉപദ്രവിക്കുക? അങ്ങനെ ചെയ്താൽ അത് അവർക്ക് തന്നെ വിനയായി മാറുമെന്ന് ഇപ്പോഴെല്ലാവരും തിരിച്ചറിയുന്നുണ്ടാവും. ഇക്കാര്യം അങ്ങേക്ക് കൂടുതൽ വ്യക്തമാവുന്നതിനായി ഞാനൊരു കഥ പറയാം.